പുതുതലമുറ എഴുത്തും വായനയും മറന്നു തുടങ്ങിയെന്ന പൊതുബോധ നിർമ്മിതിയുടെ ഈ കാലത്ത് ചെറുപ്രായത്തിൽ തന്നെ 4 കഥാസമാഹാരങ്ങൾ എഴുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു കുരുന്ന് കഥാകൃത്തുണ്ട് ആലപ്പുഴയിൽ. എഴുത്തിനെയും വായനയും ഇഷ്ടപ്പെടുന്ന ആ കുട്ടിക്കഥാകാരൻ്റെ വിശേഷങ്ങളിലേക്ക്. In a dark island, a team of scientists searching for the fossil of the dinosaurs. At night, they make the tent and take rest. At the morning, they go to a mountain. That time, the sea begins to freeze. ഇതവൻ്റെ കഥയാണ്. അവൻ എഴുതിയ കഥ. റിവാൾഡോ സിബി എന്ന കുരുന്ന് കഥാകാരന് 9 വയസ്സാണ് പ്രായം. ഒരു വർഷം മുൻപ് തൻ്റെ 8ാം വയസ്സിലാണ് ആദ്യമായി റിവാൾഡോയുടെ ഒരു കഥാസമാഹാരം പുറത്തിറങ്ങുന്നത്. ഇന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 4 കഥാസമാഹാരങ്ങളുണ്ട് ഈ ചെറു കഥാകൃത്തിൻ്റെ പേരിൽ. ഒപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ കഥാകൃത്തെന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും. LKGയിലാണ് ആദ്യമായിട്ട് ഒരു അക്ഷരം പഠിക്കുന്നത്. സ്കൂളിൽ ചെന്നതിന് ശേഷമാണ്. അല്ലാതെ ബാലവാടിയിലൊന്നും പോയിട്ടില്ല, അംഗൻവാടിയിലൊന്നും പോയിട്ടില്ല. മത സ്കൂളിലാണ് അവൻ LKGക്ക് ചേരുന്നത്. LKGയിൽ അവൻ്റെ ശിവ മിസ്സിൻ്റെ ശിക്ഷണത്തിലാണ് അവൻ അക്ഷരം തുടങ്ങിയത്. മിസ്സിൻ്റെ ഒരു കരുതലാണ് അവന് അക്ഷരത്തിനോട്ട് ഇതായത്. LKG ഏതാണ്ട് ഫൈനലായപ്പോൾ തന്നെ അവൻ ചെറുതായിട്ട് എഴുതാൻ തുടങ്ങി, അക്ഷരങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. UKG ആയപ്പം വായനയിലോട്ടും എഴുത്തിലോട്ടും ഒക്കെ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അവന് വേണ്ട എഴുത്താനുള്ള പേപ്പറും പെൻസിലുകളും കളറിങ്ങും എല്ലാം മേടിച്ച് കൊടുക്കുകയായിരുന്നു. എഴുത്തും വായനയും പഠിച്ചത് മുതൽ എഴുതി തുടങ്ങിയതാണ്. മൊബൈൽ ഫോൺ നൽകാതെ മകൻ്റെ ഇഷ്ടത്തിന് രക്ഷിതാക്കളും കൂട്ടുനിന്നതോടെ എഴുത്ത് അവനൊരു ലഹരിയായി. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വണ്ണമുള്ളൊരു ബുക്ക് എഴുതണമെന്നാണ്, ഒരു വലിയൊരു ബുക്ക് അത് എഴുതണമെന്നാണ്. അത് ഡയറിയൊക്കെ ഉണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡയറി ഫുള്ളൊരു നോവൽ എഴുതണമെന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ 4 പുസ്തകം എഴുതി. അപ്പോൾ അതൊക്കെ നോക്കി എഴുതി, അതൊക്കെ അതുപോലെയൊക്കെ നോക്കി ആലോചിച്ച് എഴുതണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഡയറിയിൽ കുറിക്കുന്ന കഥയോടൊപ്പം ചിത്രങ്ങളും ഉൾച്ചേർത്താണ് റിവാൾഡോയുടെ എഴുത്ത് രീതി. അതിനാൽ തന്നെ പേജ് സെറ്റ് ചെയ്യുന്ന ആൾക്കും കാര്യങ്ങൾ എളുപ്പമാണ്. ഒരു നോവൽ എഴുതണം, അതാണ് ഈ കുരുന്നെഴുത്തുകാരൻ്റെ ആഗ്രഹം. ഇനി അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല. റിവാൾഡോ സിബി എന്ന എഴുത്തുകാരൻ്റെ ആ നോവൽ മലയാള സാഹിത്യത്തിലോ ഇംഗ്ലീഷ് സാഹിത്യത്തിലോ ഒരു ഇതിഹാസമായി മാറാൻ. ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.